നമ ശിവായ. അപ്പൊ അമ്മയുടെ കാര്യം പറഞ്ഞാണ് നമ്മള് ഇടയ്ക്കൊരു സ്റ്റോപ്പ് ചെയ്തത്. പറയൂ. അതായത് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയെ ആദ്യം സ്മരിക്കാറുണ്ട്. അമ്മയാണ് എല്ലാം ആയിരുന്നത്. പിന്നെ എനിക്ക് ഇത് വിദ്യ ഉപദേശിച്ചു തന്ന എൻ്റെ ഗുരുക്കന്മാർ, ഞാൻ ഇവരെ എല്ലാം സ്മരിക്കുന്ന മാത്രയിൽ തന്നെ അത് എന്റെ തോന്നലോ എന്ന് എനിക്കറിയില്ല, എനിക്കൊരു എനർജി നന്നായിട്ട് ഹൈ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഇഷ്ട ദൈവം മഹാദേവനാണ്, അമ്മ ശ്രീഭദ്രകാളി. അപ്പൊ അവരെയൊക്കെ ഞാൻ വിളിക്കും. ഏഞ്ചൽസ് പഠിച്ച ശേഷം ഞാൻ അവരെ കൂട്ടിനെ വിളിക്കും. കാരണം ഡിവൈൻ എനർജീസിനെ വിളിച്ചിട്ടാണ് ഞാൻ ഒരാൾക്ക് വേണ്ടി ആരോടെ എടുക്കുമ്പോൾ ഞാനത് എന്തു പറഞ്ഞാലും അതില് വേറെ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവരുത്. അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് എനിക്ക് കാണിച്ചു തരണം. ഞാൻ ഇതിലൊരു മീഡിയേറ്ററാണ്, ഒരു മധ്യവർത്തിയാണ്. ഞാൻ ആരും അല്ല ഇതിൽ. കാരണം അവർക്ക് എന്താണോ അത് അവിടെ നിന്ന് കാണിച്ചു തരണം ഞാൻ പറയുന്നു. അതുപോലെ നവഗ്രഹങ്ങളുടെ ശരിക്കും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്വപ്നത്തിൽ വരാറുണ്ട് ഓരോരുത്തർ പല രൂപങ്ങളിൽ. അപ്പൊ ഞാനിത് അടുത്ത ദിവസം ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. ഇത് കണ്ട അടുത്ത ദിവസം എനിക്ക് സ്വാമിജിയുടെ അടുത്ത് ചോദിക്കണം, സ്വാമിജി ഇന്നലെ ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു, അത് ആരാണ് എന്താണെന്നൊക്കെ. അപ്പൊ അദ്ദേഹം കുറച്ച് നിമിഷം കണ്ണടച്ചിരുന്നിട്ട് പറയും അത് നവഗ്രഹങ്ങളുടെ ബ്ലെസ്സിങ് വരുമ്പോ ഇങ്ങനെ അവർ ഓരോ രൂപത്തിൽ വന്ന് ബ്ലെസ്സിങ്സ് തരുന്നതാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞു. കാരണം ഞാൻ ഒരു കുഞ്ഞു ഒരു ബ്രാഹ്മണ തലക്കുടുമിയൊക്കെ കെട്ടി അങ്ങനെ ഇതിന് രണ്ടുപേരെ കണ്ടു ഒരിക്കൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. പറഞ്ഞു അവർ ഗുരുശുക്രന്മാരാണ്. പിന്നെ എന്റെ ഗുരുനാഥൻ പറഞ്ഞു, ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം ആണ് എനിക്കിതെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഈ എല്ലാ ഗ്രഹങ്ങളുടെയും ഇത് സ്വപ്നത്തിലാണ് എനിക്ക് കൂടുതലും, അല്ലാതെയുള്ള ഒരിതല്ല അങ്ങനെ കൂടുതലായിട്ട്. അപ്പൊ ഒരു 35 years ഒക്കെ ആയപ്പോ ഒരു ദിവസം ഈ ഭൂമി തൊട്ട് ആകാശം വരെ ഭീമാകാരനായിട്ടൊരു സർപ്പം, ഇന്ന് ഞാനത് മറന്നിട്ടില്ല. ഉള്ളെല്ലാം ആ വൈറ്റ് കളർ ഉണ്ടല്ലോ അവരുടെ ആ വാരി, പുറത്തൊരു ബ്ലൂ കളർ, അതിൽ കറുത്ത ഡോട്ടുമായിട്ട് വാല് തറയില് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് പറഞ്ഞു എന്നെ മുറുകെ പിടിച്ചോ എന്നില്ല, ശരിക്കും ഒരു ഭയപ്പാടുണ്ടായിരിക്കും, എന്നെ മുറുകെ പിടിച്ചോ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം സാധാരണ ഇത് പഠിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ എന്റെ ഗ്രഹനിലകൾ അങ്ങനെ നോക്കാറില്ല. അതുവരെ എടുത്ത് എവിടെ നിൽക്കണോ അവിടെ നിൽക്കണോ എന്നൊക്കെ നോക്കാറുണ്ടായിരുന്നു. എടുത്ത് നോക്കിയപ്പോ എനിക്ക് രാഹു ദശ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴേ എനിക്ക് ശരിക്കും അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസയോഗ്യമായി. കാരണം അത് തുടങ്ങി അന്ന് അദ്ദേഹം എനിക്കൊരു അറിയിപ്പ് തന്നതാവും. അപ്പൊ അതും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നത്തിൽ കൂടെ എനിക്ക് കിട്ടാറുണ്ട്. പല കാര്യങ്ങൾ എന്റേതായിട്ടുള്ള പാസ്റ്റ് ബർത്തിന്റെ ആവാം. ഉറങ്ങിക്കിടക്കുമ്പോ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു ഫീലിംഗ്, ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, ആരെയൊക്കെ സൗഖ്യപ്പെടുത്തണം. അപ്പൊ അതാണ് ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞത്, പാസ്റ്റ് ബർത്തുമായിട്ട് എന്തോ എനിക്ക് ഇതിലൊരു കണക്ഷൻ ഉണ്ട്. അതാവാൻ ഞാൻ ഇതിലേക്ക് വന്നത് അന്ന് തീർക്കാതെ പോയ കാര്യങ്ങളുടെ ഒരു ബാക്കി പത്രമാണ്. വൈദ്യമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാർ അത് ഹീലർ ആയിരുന്നു എന്ന് എനിക്ക്. കാരണം ഞാൻ ടാരറ്റ് പഠിക്കാൻ പോയപ്പോ സാർ പാസ്റ്റ് ബർത്തിലെ കാർഡ് എടുക്കുമായിരുന്നു, ഒറാക്കിൾ കാർഡ്. അങ്ങനെ പോകുന്ന ആദ്യം സാർ എടുക്കുമായിരുന്നു. ഞാൻ അങ്ങനെയും കാണാറുണ്ട് സാർ സ്വപ്നം. എന്തെന്ന് വെച്ചാല് ഞാൻ ഈ വലിയ ജാറ് അത് ഞാൻ രാവിലെ വരയ്ക്കാനൊന്നും എനിക്കറിയില്ല, പക്ഷെ കണ്ടതൊരു ഏകദേശം ഒരു ഔട്ട്ലൈൻ വെക്കും. ഒരു പുരുഷൻ ഇരിക്കുന്നു, പഴയ കാലത്തെ വൈദ്യ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നത് ആയിരിക്കാം. പാസ്റ്റ് ബർത്തിൽ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും സാർ, എനിക്കറിയില്ല. ഇപ്പോഴും ഞാനൊന്നും മായം ചേർക്കാറില്ല സാറേ. ചെയ്തിട്ടുണ്ടാവും സാർ, അതിലെന്തെങ്കിലുമൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടാവാം. കാരണം ഈ ഇങ്ങനെ വെക്കുന്ന ഗ്ലാസ് ഭരണി ജാറുകളുണ്ടല്ലോ, അതുപോലുള്ള ജാറുകൾ എന്തൊക്കെ മരുന്ന് കൂട്ടുകളും ഈ കൈ നമ്മുടെ പുരാണത്തിലെ അഷ്ടാവക്രനുണ്ടല്ലോ, കൈ ഇങ്ങനെ ചുരി ഇരിക്കുന്ന ശരീരം, അങ്ങനെയുള്ള കുഞ്ഞിനെ തടവി എന്തോ പറയുന്നുണ്ട് സാർ. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ആ അമ്മേ നാരായണ നാമായിരിക്കാം എന്ന് എനിക്കതറിയില്ല അപ്പോഴെന്താണ്. അങ്ങനെ ഒരുപാട് ഹീലിംഗ് ചെയ്തതായിട്ട് കണ്ടിട്ട്. പിന്നെ ആകാശിക് റീഡ് കയറുമ്പോഴും പിന്നെ ഉണ്ടായിരുന്നു, ഓറൽ സിസ്റ്റം ഉണ്ടായിരുന്നു, അത് മാറ്റിട്ടുണ്ടായിരുന്നു. ശരി, അതുണ്ടായിരുന്നു. ഇപ്പം ആ വക പ്രോബ്ലങ്ങളില്ല, ഉണ്ടായിരുന്നു, സർജറി കഴിഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഇത് ഇങ്ങനെ കിട്ടുമ്പോ ഇതൊരു ശരിക്കും പറഞ്ഞാൽ പ്രശ്ന പരിഹാരത്തിന്റെ ജന്മമാണ്. അതുകൊണ്ട് ഈ ജന്മം അതിലോട്ട് എത്തുന്നതാണ്. എനിക്കങ്ങനെ വരുന്നുണ്ട് സാർ. പക്ഷെ എനിക്കത് ഒരിടത്തുനിന്ന് എനിക്കത് കൂടുതലായിട്ട് അതെന്താണ് ഞാൻ ഇങ്ങനെ കാണുന്നത് എടുക്കുന്നതെന്ന് എനിക്ക്
കിട്ടിയിട്ടില്ല. എനിക്ക് അതിന്റെ ഒരു പൂർണ്ണതയിൽ ഞാൻ ഇതുവരെ പൊതുവെ 3 റിസൾട്ടുകൾ നോക്കിയിട്ട് മൂന്നാമത്തെ പ്രാവശ്യം വെരിഫൈ ചെയ്തിട്ടാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ ഒരു ശീലമുണ്ടോ? എന്താ മനസ്സിലായത് സാർ? ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 1, 2, 3 കൺഫർമേഷൻ മനസ്സിൽ തോന്നിയിട്ടാണോ സാധാരണ? ഞാൻ ഈ പ്രശ്നമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അത് നോക്കാറുണ്ട് അങ്ങനെ. കാരണം ഞാനത് പെട്ടെന്ന് ഒരു ഇത് കിട്ടുന്നത് അങ്ങനെ പറയാറില്ല. പരിഹാരങ്ങൾ ഒഴിവ് നോക്കുന്നതായാലും ഞാനത് നോക്കും. അത് എനിക്ക് തൃപ്തി വരണം, അതാണ് ആപ്റ്റാണെന്നുള്ളത് അങ്ങനെ നോക്കിയിട്ട്. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് എനിക്കിപ്പോഴും പിടിയില്ല. അതാണ് കാരണം. ആവാം ആ പാസ്റ്റ് ബർത്തുമായിട്ടുള്ള അന്ന് ചെയ്ത തെറ്റ് ഇനി ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാവാം. പിന്നെ അപ്പോഴും ഞാനിപ്പോ എനിക്ക് സുധീഷ് ജി എന്ന് പറഞ്ഞൊരു സാറിന്റെ അടുത്ത് ഞാൻ അവിടെ പോയി റേക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കാളി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടെ ഈ സോളിന്റെ ഒക്കെ മാറ്റി കൊടുക്കുന്ന അദ്ദേഹത്തിന് കിട്ടിയ ഒരു വരവാണ്. അപ്പൊ പുള്ളിക്കാരൻ എന്നെ കഴിഞ്ഞതിന്റെ അങ്ങേ മാസം ഒരു ദിവസം ഇതുപോലെ വിളിച്ചിട്ടൊരു ഇതിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ ചെയ്യുന്നുള്ളത് അറിയാം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പം എന്റെ അടുത്ത് പറഞ്ഞു, മജിദ് നമ്മുടെ ഒരു 10 സെക്കൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ സാർ എവിടെയോ പോകുന്നെന്ന് വിചാരിച്ചു. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മാഡത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളുണ്ടല്ലോ അടുത്തൊന്ന്. അപ്പൊ ഞാന് ഹെൽപ്പ് ചെയ്യാൻ ആര്? കാരണം ഞാൻ സാറിനോട് പറഞ്ഞിട്ട് ഒരു എനർജിയുടെ ഒരു ഫീലിംഗ് എനിക്ക് വരാറുണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ഹൈലി ഫീലിംഗ് വരാറുണ്ട് എനിക്ക് ഇവരുടെയൊക്കെ. അപ്പൊ ഒരു പ്രസൻസ് എനിക്ക് ഞാൻ വിളിച്ചിട്ടൊരു പ്രസൻസ് കിട്ടിയതാണെന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു മുജ്ജന്മത്തിൽ ഒരു ഗുരുനാഥനെ സേവിച്ചിരുന്നു. അത് ഗുജറാത്ത് ആ ഭാഗത്തായിരുന്നു, വൈഷ്ണവ ഇതായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അവസാന കാലത്ത് ആരും നോക്കാനില്ലാത്തപ്പോൾ ഞാനായിരുന്നു ശിഷ്യൻ. അദ്ദേഹത്തിന് ഒരുപാട് പാദസേവ ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ ഹെൽപ്പ് ഇപ്പം അജിത മാഡത്തിന് ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഈ നോക്കുമ്പോൾ എനിക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ആയിരിക്കാം. കാരണം ഞാൻ സാറിനോട് എപ്പോഴും പറയുന്നു, കാരണം എന്റെ കുടുംബത്തിൽ ആരും ഈ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടില്ല. പിന്നെ എനിക്കിത് എങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ ആ സോളിൽ നിന്ന് കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ. അപ്പൊ അതുപോലെ ഈ പല ആളുകളുടെയും പ്രശ്നങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ആരൂഢം മറന്നുപോയി. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിനെന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട ഇപ്പം ലഗ്നം ആരൂഢം 2-12 ഭാവങ്ങളിൽ വരുമ്പോഴത്തേക്ക് അത് ഈശ്വരകോപമായിട്ട് വരാറുണ്ട്. 4-ലാവുമ്പോഴത്തേക്ക് അത് സർപ്പകോപമായിട്ട് വരാറുണ്ട്. 10 വരുമ്പോ ബ്രാഹ്മണ ശാപം, ഗുരുശാപം അങ്ങനെ വരാറുണ്ട്. 6 ശത്രു, 8 എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ പിതൃക്കളുടെ ദോഷം അങ്ങനെയും വരാറുണ്ട്. അപ്പൊ അതും അങ്ങനെ കിട്ടിയാൽ അതിന് നമ്മൾ തന്നെ പരിഹാരം പറയണമെന്നുള്ളത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അവരുടെ ആ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ചോദിക്കും, ഇന്നതിന് കാണുന്നുണ്ടോ ഉണ്ടോ എന്ന്. ഏകദേശം അവർ ഓക്കെ പറയാറുണ്ട്. അതിൽ കൂടെ തന്നെയാണ് കുടുംബക്ഷേത്രങ്ങളുടെ അത്. പക്ഷെ എനിക്ക് കിട്ടുന്നതെല്ലാം അവരുടെ ചിലപ്പോ മൂല കുടുംബത്തിന്റെ ആ ഒരു ഇതാവ എനിക്ക് അതിൽ കിട്ടുന്നത്. അപ്പൊ ഇന്ന് രാവിലെയും ബാംഗ്ലൂരിൽ നിന്നൊരു മാം വിളിച്ചിരുന്നു. അവർ ഓൾറെഡി ചോദിച്ചവരാണ്. അപ്പൊ അവരുടെ ആ കുടുംബക്ഷേത്രത്തിന്റെ അതൊക്കെ അവർ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. അവിടെ ആ ഒരു ഇതൊക്കെ മാഡം പറഞ്ഞതുപോലെയുള്ള രീതിയിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡും അമ്മയുമായിട്ട് അവിടെ പോയൊക്കെ അന്വേഷിച്ച് പൂജയ്ക്കേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എൻ്റെ അടുത്ത് ഗുരുനാഥൻ ഉപദേശിച്ചത്, വരുന്നവർക്ക് സ്വത്ത് വിറ്റ് പൂജ ചെയ്യാനുള്ളത് ഒരു വക പറഞ്ഞു കൊടുക്കരുത്, കാണുന്നത് മാത്രം. കാരണം കോടിക്കണക്കിന് സ്വത്തുള്ളവര് ഈ ലക്ഷക്കണക്കിന് ചാർത്ത് കൊടുത്ത് പൂജ ചെയ്ത് നശിച്ചവരുണ്ട്. അത് കാരണം സാമാന്യം അത് അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് എന്ത് പരിഹാരം ഏത് ക്ഷേത്രത്തിൽ ചെയ്യണം, അതിലുള്ള സാധാരണ നമ്മൾ പോകുന്നത് അത് അവരുടെ ഒരു സമാധാനത്തിന്. കാരണം ഇതൊക്കെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് സാർ. പിന്നെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് കണ്ണിൽ കൊള്ളാനുള്ളത് ഗുരുകത്തായിട്ട് മാറി പോകും എന്നുള്ളതല്ലാതെ ഈ ലക്ഷക്കണക്കിന് പൂജ കോടിക്കണക്കിന് പൂജ ചെയ്തത് കൊണ്ടോ അല്ലാതെ ഇപ്പൊ സ്റ്റോൺ അതും ഇട്ടത് കൊണ്ടോ പിന്നെ മനസ്സിന് സമാധാനം. നമ്മളിപ്പോ ഒരു പ്രാർത്ഥന ഭഗവാന്റെ അടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം ഉണ്ട് അത് അവിടെ നിന്ന് അത് മാറ്റി തരുന്നുണ്ട്. ആ വിശ്വാസമാണ് എല്ലാത്തിലും പ്രധാനം. അത് കാരണം ഈ ഇങ്ങനെ ചാർത്തെഴുതി പൂജയ്ക്ക് കൊടുക്കുന്ന പരിപാടികളൊന്നും അദ്ദേഹം പറഞ്ഞതുപോലെയാണ് ഞാൻ ഇന്നും അനുസരിച്ച് പോകുന്നത്. ആ ഒരു പരിപാടികൾ എൻ്റെ ഇല്ല. അപ്പൊ അതിപ്പോ ഒരു ഡോക്ടറെ അടുത്ത് പോയാലും ഒരുപാട് മെഡിസിൻ കൊടുക്കുന്ന ഡോക്ടർമാരെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഒന്നുമില്ലാതെ ഒരു ചെറിയ പാരസെറ്റമോൾ കഴിച്ചാൽ അത് മാറും എന്ന് പറയുന്നവരോട് വലിയ താല്പര്യം. അവരുടെ തീരുമാനം അവരുടെ ഇഷ്ടം. അതെ അതെ. അപ്പൊ നമ്മള് സാധാരണ ശനിദേവനെ കുറിച്ച്, ശനിയെ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ ഇപ്പൊ പുതിയ കുറച്ച് കാര്യങ്ങളിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ശനി അങ്ങനെ പേടിക്കേണ്ട ദേവനല്ല, ഒരു ജസ്റ്റിസിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറെ. അപ്പൊ എങ്ങനെയാണ് ശനിയെ നോക്കി കാണുന്നത്? അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ശനീശ്വരൻ എന്നല്ലാതെ ശനി എന്ന് ഞാൻ അദ്ദേഹത്തിന് സംബോധന ചെയ്യുന്നു. നവഗ്രഹങ്ങളില് ഈശ്വരൻ സ്ഥാനമുള്ളത് കർമ്മകാരകനാണ്. അദ്ദേഹത്തിനോട് കളിച്ചാൽ കളി അത് പണി കിട്ടും, കിട്ടിയിരിക്കും. സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കണം. എപ്പോഴും കർമ്മത്തിന്റെ കാരകനായതുകൊണ്ട് അദ്ദേഹം എവിടെ നിന്നാലും
ഏത് രീതിയിൽ നിന്നാലും രാശി മാറി നിന്നാലും ഈശ്വരാശിയിലല്ല നിൽക്കുന്നെങ്കിലും നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ അദ്ദേഹം നല്ല അനുഭവങ്ങൾ തന്നെയാണ് തരുന്നത്. അദ്ദേഹത്തിന് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ലഗ്നത്തിൽ ശനി നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ ശനിക്ക് വേണ്ടി നമ്മൾ സാധാരണ പറയാറുണ്ട് കറുത്ത വസ്ത്രം ധരിക്കണം, അതുപോലെ തന്നെ എച്ചലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എച്ചൽ പാത്രങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ എച്ചൽ കഴുകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അത് നമ്മള് ഈ സാധാരണ ഒരു വീട്ടിൽ ഇപ്പൊ ആരുടെങ്കിലും ഒരു വീട്ടിലൊരു ജോലിക്ക് ഒരാൾ വരുന്നുണ്ട്, അത് ഞാനങ്ങനെ എച്ചൽ അതൊന്നും പറയാറില്ല. വീട്ടിലിപ്പൊ എന്റെ വീട്ടിൽ ഞാനാണ് ധരിച്ചിരുന്നത്, എനിക്ക് സർവൻസ് ഒന്നുമില്ല. ഒരാൾ വരുന്നുണ്ട് നിലം തുടങ്ങാൻ, അവരുടെ അവസ്ഥ മോശമായത് കൊണ്ടാവും അവർ നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ട് അവർക്ക് അവരുടെ പണി ചെയ്യുന്നതിന്റെ കൂലി കൊടുക്കുക, അവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ നോക്കുക. ഈ ഇവരുടെ തലവനാണെന്ന് പറയാം ശനീശ്വരൻ. എന്നുവെച്ചാൽ അതുപോലെ അംഗവിഹീനം ഫാസ്റ്റ് ബർത്ത് ചെയ്ത കർമ്മയാവാ ഇപ്പൊ ഈ അംഗവൈകല്യം വരുന്നത്. പക്ഷെ ശനീശ്വരനെ ഭയക്കുന്നെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്യുന്നവരുമായിരിക്കും. അദ്ദേഹത്തിന് അങ്ങനെയുള്ളവരെ ഭയക്കുള്ളൂ, അല്ലാത്തൊരു ശനീശ്വരനെ ഭയക്കേണ്ട കാര്യം അല്ല. അപ്പൊ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഉള്ളിൽ ശരിക്കും ഒരു പ്യൂരിഫിക്കേഷൻ, ഒരു ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ നടക്കും. അപ്പൊ ആ ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ശനിദേവനും ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു മാൻ ഓഫ് ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അതെ. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുന്ന ആളായിട്ടാണ് നമ്മൾ ശനീശ്വരനെ കാണുന്നത്. അപ്പോൾ രാവണൻ പോലും തന്റെ മകന്റെ ജന്മത്തിന് വേണ്ടി നവഗ്രഹങ്ങൾ ഒരു പ്രത്യേക കഥ അറിയാമല്ലോ, ഒന്ന് പറയാൻ വേണ്ടത്. അത് അദ്ദേഹത്തിന്റെ മകൻ മേഘനാഥന്റെ ജന്മ സമയത്ത് ഗ്രഹങ്ങളെല്ലാം നല്ല പൊസിഷനിൽ നിൽക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മകൻ പ്രബലനാവണം, പേര് കേൾക്കണം എന്നുള്ളത്. അങ്ങനെ ഇവരെല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ ജനിക്കാൻ പോകുന്ന ആ സമയത്ത് ഇഷ്ട സ്ഥാനങ്ങളിൽ ഗ്രഹങ്ങളെ നിർത്തി ശനീശ്വരനെയും കൊണ്ടുവന്ന് അങ്ങനെ ഇട്ടു. പക്ഷെ അദ്ദേഹത്തിന് അതത്ര താല്പര്യം വന്നില്ല, ഒന്നും ചെയ്യാനും നിവർത്തില്ല. കാരണം അദ്ദേഹം ആരാണെന്നറിയാലോ രാവണൻ. അപ്പൊ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലാതെ അപ്പൊ അദ്ദേഹം ശരീരത്തിൽ നിന്ന് വിയർപ്പിനെ ഉരുട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. എടുത്തിട്ട് എറിഞ്ഞു. ശരിക്കും അഷ്ടമഭാവത്തിൽ, മേഘനാഥന്റെ അഷ്ടമഭാവത്തിൽ അത് പോയി വീഴുന്നു. അതാണ് ഗുളികൻ മാന്തി, ശനീശ്വരൻ. ആ ഗുളികൻ അവിടെ വന്നത് കൊണ്ടാണ് ആ മേഘനാഥന് ഈ അവസ്ഥ വന്നത്. അത് കണ്ട രാവണനാണ് അദ്ദേഹത്തിന്റെ കാല് ഉടച്ചതെന്നുള്ള ഒരു ഇതും ഉണ്ട്. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് അത് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ നിർത്തിയിട്ട് വരാനുള്ളതല്ലല്ലോ സർവ്വ. അപ്പൊ അപ്പോഴും തൊട്ടേ അറിയാലോ അദ്ദേഹം ജനന സമയത്തായാലും പിതാവിനോട് പോലും ആ നോക്കിയപ്പോഴത്തെ അമ്മയെ സംശയിച്ചതിന്റെ പേരിൽ അതായത് ആദിത്യന്റെ ഭാര്യയല്ല സപ്നാദേവി, വിശ്വകർമാവിന്റെ മകള്. അപ്പൊ സപ്നാദേവിക്ക് ഇദ്ദേഹത്തിന്റെ ചൂട് സഹിക്കാൻ പറ്റാതെ കുറച്ചുനാള് മാറി നിൽക്കണം എന്നൊരാഗ്രഹം. അപ്പൊ സ്വന്തം ശരീരത്തിന്റെ നിഴലിനെ എടുത്ത് അതുപോലെ ഛായ എന്ന പേര് നൽകി അതുപോലെ ആക്കി നിർത്തുകയാണ്. വിശ്വകർമ്മ പറയുന്നുണ്ട് അദ്ദേഹം അറിഞ്ഞാൽ പ്രോബ്ലം ആവും, അങ്ങനെ ചെയ്യണമെന്ന്. പറ്റുന്നില്ല, എനിക്ക് കുറച്ച് ഇത് വേണം, അദ്ദേഹത്തിന്റെ ആ ഒരു ചൂട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ യമൻ ഉണ്ടല്ലോ, അതിനെ അവിടെ ഉണ്ടല്ലോ. അതൊരു സപ്നയോട് പറയും, ഞാൻ എങ്ങനെയാണോ പെരുമാറിയത് ഈ വീട്ടില്, അപ്പൊ എന്റെ അഭാവം അറിയിക്കാതെ നിൽക്കണമെന്ന് പറഞ്ഞു. സൂര്യദേവൻ അറിയില്ല ഇതാരാണെന്നുള്ളത്. അങ്ങനെ അവരില് സ്വപ്ന ഛായാദേവിക്കും ആദിത്യനും കൂടി ജനിക്കുന്ന പുത്രനാണ് നമ്മുടെ ശനീശ്വരൻ. അപ്പൊ ജനിച്ചപ്പോ തന്നെ കുട്ടി കറുത്തിരുണ്ടല്ലായിരുന്നു, പഴുക്കച്ചുട്ട പവൻ പോലെ ഇരിക്കുന്ന സൂര്യദേവന് ഛായ അവരുടെ യോജിപ്പില് കിട്ടിയതാണ്. അപ്പം ആ ഛായയുടേതാവാം, കാരണം പ്യുവറായിട്ടുള്ളതെല്ലാം നിഴലാ. ഇദ്ദേഹം മൊത്തം കറുത്തതായിട്ടാണ് വന്നത്. അപ്പൊ ഇത് കണ്ട് കുട്ടി ജനിച്ചു വന്ന് സന്തോഷത്തോടെ വന്ന് നോക്കി ആദിത്യന് അത് അത്ര അങ്ങോട്ട് രസിച്ചില്ല. ഇത് അതായത് അദ്ദേഹത്തിന്റെ സൗന്ദര്യം എവിടെ, വൈഫിന്റെ സൗന്ദര്യം എവിടെ, അപ്പൊ ഇതാരാ. അപ്പൊ ആ നോട്ടത്തില് ശനീശ്വരൻ അപ്പോഴെന്നെ അത് അദ്ദേഹം രൂക്ഷമായിട്ട് നോക്കി എന്ന് പറയുന്നു. കണ്ണ് തന്നെ വക്രിച്ച്, അതാണ് ആ ദൃഷ്ടിക്കുള്ള പവർ. അങ്ങനെ നോക്കിയ സമയത്ത് ഈ മൊത്തത്തില് അന്ധകാരം പോലെ, കാരണം സൂര്യദേവന്റെ ശക്തി പ്രഭ വരെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒളിച്ചൊക്കെയാണ് വളർത്തിയെടുത്ത് കൊണ്ടുവന്നത്. അതാണ് ഒരു ഗൃഹനില. അത് വച്ചിട്ടാണ് സാർ ഒരു ഗൃഹനിലയില് അത് നിൽക്കുമ്പോ ആദിത്യനും ശനീശ്വരനും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അവർക്ക് പവറുള്ള രാശികളാണെങ്കിൽ, ഇപ്പൊ ശനീശ്വരന് പവറുള്ള രാശിയിലാണ് ആദിത്യനും കൂടെ നിൽക്കുന്നെങ്കിൽ ആ മകന് വീട്ടായിരിക്കും അച്ഛൻ. പക്ഷെ പെൺകുട്ടികളുടെ കാര്യത്തിൽ അതിന് വ്യത്യാസവും കാണാറുണ്ട്.
അവർക്ക് അത്രത്തോളം ഒരു ഡിഫറൻസ് വരില്ല. ആൺകുട്ടികളിലാണ് അങ്ങനെ വരുന്നെങ്കിൽ അവരുടെ രാശിഭാഗ കലകൾ ഒരുമിച്ച് ഭയങ്കര ആപ്റ്റായിട്ട് നിൽക്കുവാണെങ്കിൽ ആ പ്രോബ്ലം ഉണ്ട്. ഞാൻ ഒരുപാട് ജാതകങ്ങൾ നോക്കി ശനീശ്വരനും പുരുഷനല്ലേ, അദ്ദേഹം അതാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ കൂടുതൽ ആഴങ്ങൾ ഋഷീശ്വരന്മാർക്കൊക്കെ അറിയാം, അത് എനിക്കറിയില്ല. പക്ഷെ കണ്ട ജാതകങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അറിയാം. അതേസമയം ഇപ്പൊ മേടത്തിന് ശനീശ്വരൻ നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ ബലം അച്ഛനാണ്, പക്ഷെ അദ്ദേഹമാണ് ബലമായിട്ട്. ശനീശ്വരന് ബലമുള്ള രാശികളിൽ ആദ്യത്തിനും കൂടെ നിൽക്കുമ്പോൾ അവിടെ ബലം സന്താനങ്ങൾക്ക് തന്നെയായിരിക്കും. ഒന്നുകിൽ ഇവര് ഭയങ്കര സ്നേഹമായിട്ട് പോവുകയാണെങ്കിലും അച്ഛൻ പറയുന്നതിനോടൊന്നും മനസ്സുകൊണ്ട് യോജിക്കാൻ ഈ കുട്ടിക്ക് കഴിയില്ല. പിന്നെ ശരിക്കും നമ്മളൊരു തമിഴ് സിനിമ കണ്ടതുപോലെ ഉള്ള ഒരു സീനായിരുന്നു. അച്ഛൻ പറയുന്നതിനെ ഉൾക്കൊള്ളണമല്ലോ എന്നുള്ള ഇഷ്ടമില്ലാത്ത, ഇപ്പൊ പഠനമായാലും ജോലി ആയാലും വിവാഹമായാലും അങ്ങനെ പോകുന്ന ചോദിക്കുമ്പോ കറക്റ്റ് അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത്. അച്ഛനോട് എതിർക്കാൻ വയ്യ. പക്ഷെ അവിടെ ആദ്യത്തിന് കുറച്ച് ബലമുണ്ട്. അതേസമയം തുലാം രാശിയിലാണെങ്കിൽ ആദ്യത്തെ നീചനാണ്, ശനീശ്വരനാണ് അവിടെ ബലം. അവിടെ പ്രധാനം കാരണം പിതാവിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടാനില്ല. ശരിക്കും ഗ്രഹങ്ങളിൽ നീചത്തിൽ നിൽക്കുന്നത് നല്ലതാണെന്ന് പറയും. കാരണം അവരുടെ ദൃഷ്ടി വരുന്നത് ഉച്ച രാശിയിലോട്ട് വരും. അതാണ് ശനീശ്വരൻ. അത് മാത്രമല്ല സാർ, അദ്ദേഹം ഉച്ചനാവുന്നത് ജഡരാശിയിലാണ്. അദ്ദേഹത്തിന് അവിടെ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. ആരുടെ നേരെ നീതിയുടെ ദേവനല്ല, ആർക്ക് വേണ്ടി ഫേവർ ചെയ്യേണ്ട കാര്യമില്ല. തുലാം രാശി ലഗ്നമായിട്ടോ അല്ലെങ്കിൽ ചന്ദ്രരാശി ആയിട്ടൊക്കെ വരുന്നവര് അവരുടെ അത് ചോദിച്ചു നോക്കുമ്പോഴും അവർ അങ്ങനെ തന്നെയായിരിക്കും, കട്ടാൻ റൈറ്റ് ആയിരിക്കും. നീതിക്ക് വേണ്ടി അവരുടെ ഒരു രൂപ മറ്റുള്ളവരുടെ നിൽക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ അവരിൽ നിൽക്കാൻ പാടില്ല. അങ്ങനത്തെ ഇവരെ കൊണ്ട് മാത്രമല്ല, ശനീശ്വരനെ കൊണ്ട് മാത്രമല്ല, മറ്റുള്ള ഗ്രഹങ്ങളുടെ നിലയും കൂടെ നമ്മൾ നോക്കുകയാണ്. അപ്പൊ അദ്ദേഹം ശനീശ്വരൻ തന്നെയാണ്. ദൃഷ്ടി എന്നൊരു വാക്ക് പറഞ്ഞു ചോദിക്കുന്നത്, ദൃഷ്ടിദോഷം എങ്ങനെയാണ്, എത്രത്തോളം പവർഫുൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ജ്യോതിഷത്തിൽ നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടാവും സാർ. കാരണം അല്ല മാഡം നോക്കുന്നുണ്ടോ? കാരണം ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് കൂടുതലും ഈ വിളയുണ്ടോ, വിളിദോഷം ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞാൽ കൂടെ അവരൊക്കെ അങ്ങനെ ദഹിക്കൂല, അവർക്കത് വേണം. അങ്ങനെയുള്ളത് ഉണ്ട്, അത് ആരിൽ നിന്ന് വന്നു അങ്ങനെ വരും. അപ്പം നോക്കി കിട്ടിയാൽ തന്നെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാനുള്ള പരിഹാരം ഒഴിവ് നോക്കി പറയാറുണ്ട്. അപ്പൊ ആരാണെന്ന് അവർക്കറിയാം, ആരാണ് എന്താണ്, ആ പാട്ടിനോട്ട് പോകില്ല സാർ. എന്നുവെച്ചാൽ തിരിച്ചിറങ്ങി പോയിട്ട് എന്തൊക്കെയാണ് അറിയാൻ പറ്റും സാർ. നമുക്ക് ഗ്രഹനിലയിൽ നമുക്ക് രൂപങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ മേഡം രാശി അല്ലെങ്കിൽ മേഡം ലഗ്നമായിട്ട് വരുന്ന ഒരാളുടെ രൂപം, ഭാവം, അതൊക്കെ പറയാൻ പറ്റും. സോൾ പ്രസൻസും പറയാൻ പറ്റും സാർ. അതൊക്കെ ഗ്രഹങ്ങളുടെ നിലയെല്ലാം വെച്ചിട്ട് ഞാൻ പറഞ്ഞത് സാർ. ഇതൊക്കെ പഠിച്ചെടുത്തതാണെന്ന് കേട്ടാ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇത് അങ്ങനെയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഈ കവടിയും ഞാൻ എപ്പോഴും എന്റെ ആദ്യത്തെ ഗുരുനാഥന്റെ പാദം തൊട്ട് വണങ്ങാറ്. കാരണം എന്ത് കാണാൻ നടന്നിട്ട് അദ്ദേഹം തുടക്കം തൊട്ട് അവിടെ വരുന്ന അദ്ദേഹം ഇരിക്കെ തന്നെ എന്നെ കൊണ്ട് ആരൂഢം വെപ്പിക്കുമായിരുന്നു, പറയാൻ പറയുന്നത്. അപ്പൊ ശരിക്കും അദ്ദേഹം തന്നെയാണ് എനിക്കിതിനുള്ള എല്ലാ ഇതും തന്നത്. ചിലടത്തൊക്കെ ഈ രാശി നമ്മളിങ്ങനെ വെക്കുമ്പോൾ രാശി വെക്കുന്ന സമയത്ത് കവടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കവടി തെറിച്ചു പോവുക, അല്ലെങ്കിൽ ഗോളി ചാടുക, അങ്ങനെ അല്ലെങ്കിൽ തിരിയണഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെയുള്ള ദുർലക്ഷണങ്ങൾ ചില സമയങ്ങളിൽ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ മാഡത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള റീസൺ എന്തായിരുന്നു? മീൻസ് ആ വന്നിരുന്ന ക്ലയന്റിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു 3-4 മാസമായിട്ടല്ല, ഒരു അമ്മയും മകനുമായിട്ട് വന്നു കേട്ട് ഇങ്ങനെ പ്രശ്നം വെച്ച സമയത്ത് പിതാവിന്റെ ആ പിതൃക്കളുടെ വരുമ്പോ കുട്ടിയുടെ മുത്തച്ഛന്റെ ആ ഒരു പ്രസൻസ് കാണും. പെൻഡുലം കൂടെ വെച്ചിട്ടാണ് നോക്കുമ്പോ പെൻഡുലം ശരിക്കും ആ പൊസിഷൻ കാണിച്ചു തന്നു, ഇന്ന ദിക്കില് ഇന്ന മുറി. അപ്പൊ എനിക്കറിയില്ല, ഞാൻ അവരോട് ചോദിച്ചപ്പോ ഈ മകൻ ഉപയോഗിക്കുന്ന മുറിയാണ്. അവിടെ ഇദ്ദേഹത്തിന് ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര ഇഷ്ടമാണ് ഈ പയ്യൻ. അപ്പൊ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ പയ്യനും അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് അനുകൂലമായിട്ടാണ്, പ്രതികൂലമായിട്ടല്ല ആ ഒരു സോൾട്ട് വരെ കണ്ടത്. അപ്പൊ ഞാനിങ്ങനെ ഇന്ന ഭാഗത്ത് ഇന്ന മുറിയല്ലേ, അത് ആരാണ് യൂസ് ചെയ്യുന്നത്, ആ മുറിയിൽ ഈ ഒരു പ്രസൻസ് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പയ്യൻ പറഞ്ഞ ആ മുറി ഞാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു അവന്റെ മുറിയിൽ തന്നെയാണ് അച്ചാച്ചന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അത് എനിക്കിപ്പം ഓർമ്മയില്ല സാർ. ഞാൻ നോക്കുമ്പോൾ എന്റെ റൈറ്റ് സൈഡിലാണ്, അതായത് സൗത്ത് ഈസ്റ്റ് ഭാഗമാണ് എനിക്ക് കിട്ടിയത്. അന്ന് കിട്ടിയതെന്ന് തോന്നുന്നു, എനിക്ക് നല്ല ഓർമ്മയില്ല. ആ സമയത്ത് സാർ ഒരെല്ലാം പോലും അനങ്ങാതിരുന്ന ആ ഒരു കാറ്റുണ്ടല്ലോ, വെള്ളം കാറ്റ് ഇങ്ങനെ വന്ന് ആ പയ്യനിലും
എന്നിൽ. അത് അവിടെ ഇരിക്കുന്ന അമ്മയ്ക്ക് ആ ഫീലിംഗ് കിട്ടിയില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ആ ഒരു പ്രസൻസ് ഇപ്പൊ ഇവിടെയും കിട്ടണല്ലോ എന്ന് പറയുമ്പോ അപ്പായി പറഞ്ഞു ആണ് മാഡം എനിക്കത് എന്റെ അച്ചാച്ചൻ ഇങ്ങനെ വരുന്നത് എനിക്കറിയാം. അപ്പൊ അങ്ങനെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വരാറുണ്ട് സാർ. അതുപോലെ വേറൊരു വന്ന സമയത്ത് പെൻഡിലും നോക്കുമ്പോ പെൻഡിലും നിലശേ കാരണം ഈ എനർജി ഇങ്ങനെ വരുമ്പോ കവടി തെറിച്ചു പോയിട്ടുണ്ട്. അത് എന്തെങ്കിലും ദോഷങ്ങൾ തന്നെയായിട്ടാണ് വരുന്നത്. കാരണം നോക്കുമ്പോഴത്തേക്ക് ആരുടെ മറിയും. പിന്നെ അത് പറയാൻ പാടില്ല. ആരുടെ മറിഞ്ഞ പ്രശ്നം ചോദിക്കുന്ന പ്രശ്നങ്ങൾ അതിനെന്തെങ്കിലും ഞാൻ മിക്കവാറും വിഷ്ണുവിന്റെ പാൽപ്പായസം വിഷ്ണുവിനെ തന്നെയാണ് ആരുടെ മറിയുമ്പോൾ പറഞ്ഞത്. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് 10 ദിവസമോ 15 ദിവസമോ കഴിഞ്ഞിട്ട് പോകാൻ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞായിരുന്നു. അപൂർവം അങ്ങനെ ഒരുപാട് പേരിൽ എനിക്ക് അങ്ങനെ വരാറുണ്ട് സാർ. അങ്ങനെ അപൂർവമായിട്ട് അങ്ങനെ തെറിച്ചു പോകുന്നത്. അപ്പൊ തെറിക്കുമ്പോ തന്നെ നമുക്കറിയാം അത് എന്തോ ഒരു അനിഷ്ട ലക്ഷണമാണെന്നല്ലോ. വിളക്കണഞ്ഞു പോണ പരിപാടി ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ചിരാത് കത്തിച്ചു വെക്കും, ചന്ദനത്തിരിയും കത്തിച്ചു വെച്ചിട്ടാണ്. പിന്നെ രാശി വെച്ചുകൂടാത്ത സമയങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടോ? ഇപ്പൊ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമയം ഇല്ലല്ലോ സാർ. കാരണം മുമ്പ് നമുക്ക് ഓൺലൈൻ പ്രവചനം ഇല്ലല്ലോ. കാലം ദേശം പാത്രം അതിനനുസരിച്ച് മാറട്ടെ സാർ. ഞാൻ അതങ്ങനെ വെക്കാറില്ല. പക്ഷെ അത്യാവശ്യ സമയങ്ങളിൽ വെക്കാറുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഫലം അവർ തരുന്നുണ്ട്. നവഗ്രഹങ്ങൾ തരുന്നുണ്ട്. പൊതുവെ പറയും 6 മണി. കാരണം സൂര്യനാണല്ലോ ഇതിന്റെ ആത്മകാരകൻ, അദ്ദേഹമാണല്ലോ. ശുഭരാത്രികളിൽ ഓൺലൈനായിട്ട് ചെയ്യുന്നവർക്കും ചെയ്യണമല്ലോ. ചില ജ്യോതിഷികള് ചില പ്രത്യേക ദിവസങ്ങളും ചില പ്രത്യേക സമയങ്ങളിലും വെക്കാറില്ല. എനിക്കെന്റെ ഗുരുനാഥൻ ഇങ്ങനെ ശനിയാഴ്ച ചെയ്യരുതെന്നുള്ളത് പറഞ്ഞു തന്നിട്ടില്ല. ശനിയാഴ്ച ദിവസം കുട്ടി വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ശനിയാഴ്ചകളിൽ പഠിക്കാൻ പോകാറുണ്ട്. അദ്ദേഹം എന്നെ പഠിപ്പിക്കാറുണ്ട്. അന്ന് ആൾക്കാർ പറയാറുണ്ട്. ചില ബോർഡുകളിൽ ഞാൻ കാണുന്നുണ്ട് ഇന്ന് അവധി എന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ച ദിവസം തന്നെ എല്ലാ സമയങ്ങളിലും അങ്ങനെ വെക്കാറില്ല. ചില സമയങ്ങളിൽ അങ്ങനെ നമുക്ക് അങ്ങനെ ഞാൻ പിന്നെ ഈ ഉച്ച സമയങ്ങളിലൊന്നും വലുതായിട്ട് വെക്കാറില്ല. ഉച്ച സമയങ്ങളിലൊന്നും അങ്ങനെ വെക്കാറില്ല. അല്ലാതെ വെക്കാറുണ്ട്. പിന്നെ ഈ അഭിജിൻ നക്ഷത്രത്തെ കുറിച്ച്, അഭിജിൻ മുഹൂർത്തത്തെ കുറിച്ച്. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പെട്ടെന്നൊരു കല്യാണം അല്ലെങ്കിൽ കാരണം പകുതിക്ക് മേളിലും താഴെയായിട്ട് മധ്യാഹ്നത്തിന്റെ ആ 4 മിനിറ്റ് കുറച്ചെടുക്കുന്നതാണ്. അതിനുശേഷം അതിന് വേണ്ടി അത്യാവശ്യം മുഹൂർത്തം. കാരണം ഇപ്പൊ അല്ല ഗൾഫിൽ നിന്നൊക്കെ വന്ന് നിൽക്കും. ഇന്നലെ വരും, നാളെ നോക്കും പെണ്ണ്, പോകുന്നതിന് മുമ്പ് കല്യാണം. അങ്ങനെ നോക്കുമ്പോ ഈ നമുക്ക് 5 അംഗങ്ങളും ഒത്ത് കിട്ടും. അങ്ങനെ അപൂർവമായിട്ടാണ് വരുന്നത്. അപ്പം സാധാരണ ചില ആ ഒരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റിന് താഴെ നടക്കുന്ന വിവാഹങ്ങൾ ചില കാറ്റഗറിക്കാർക്ക് ഒത്തിരി സമയം വേണം. അവർക്ക് അഭിജിത്ത് മുഹൂർത്തം പറ്റില്ല. അങ്ങനെ അഭിജിത്ത് മുഹൂർത്തം അങ്ങനെ കുറിച്ച് കൊടുക്കാറുണ്ട്. കാരണം അല്ലാതെ പല കാറ്റഗറിക്കാരുണ്ടല്ലോ സാർ. താലി മാത്രം ആ സമയം മാത്രം. തമിഴ് ആൾക്കാർക്കൊക്കെ പിന്നെ ഒത്തിരി ചടങ്ങുകളുണ്ടാവും. അവർക്കൊന്നും ഇതിലോട്ട് പറ്റില്ല. അങ്ങനെ അത് ചെയ്തു കൊടുക്കാറുണ്ട്.